ഇന്ന് നമ്മൾ കണ്ണനെ കാണാൻ പോവാം. കേരളത്തിലല്ല, തമിഴ്നാട്ടിൽ ശ്രീപെരുമ്പുത്തൂറാണ് ഈ അമ്പലം. കൊച്ചു ഗുരുവായൂരമ്പലം എന്ന് തന്നെ പറയാം. ഇവിടെ കണ്ണനെ കാണാനായിട്ട് നമ്മൾ ധൃതി വെക്കണ്ട, തിരക്ക് കൂട്ടണ്ട, നീണ്ട ക്യൂവിൽ നിൽക്കണ്ട. ഭയങ്കര പീസ് ആൻഡ് കാമായിട്ട് കണ്ണനെ കണ്ടുവരാം. കാലത്ത് 5:30 തൊട്ടിട്ട് 11 മണി വരെ ഈ അമ്പലം ഓപ്പണിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് 5 മണി തൊട്ടിട്ട് 8 മണി വരെ. നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി അമ്പലത്തിൽ പോയാൽ ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവൻ ഇത് ചുമ്മാ നടക്കുന്നതല്ല, വഴക്ക് പറയാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഇവിടുത്തെ ഒരു അച്ചാച്ച വന്നിട്ട് നമ്മളടുത്ത് സ്വാമിയെ കുമ്പിട്ട് തന്നെ കിളമ്പി പോവേണ്ടി തന്നെ, ഈ ഒരു ഫോട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആളിങ്ങനെ നിൽക്കാം. അപ്പോൾ ഇവൻ ആ അച്ചാച്ചൻ്റെ അടുത്ത് പറയാം അപ്പുറത്തെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ചേച്ചൻ വേഗം അങ്ങോട്ട് പോയി. ആ നേരം നോക്കിയിട്ട് നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വേറൊരു അമ്പലം കൂടി ഉണ്ട്. അവിടെ ഹനുമാൻജിയും ദേവിമാരും ഒക്കെ അവിടെ പ്രതിഷ്ഠ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതേപോലെ ഗോശാലയും വേദശാലയും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ക്ഷേത്രോപാസന എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് നടത്തുന്നതാണ്. ഇത് പ്രേമ പാണ്ഡുരംഗും PR കൃഷ്ണകുമാറും കൂടിയിട്ട് സ്ഥാപിച്ചതാണ്. പിന്നെ ഇതേ വേദശാലയിലെ ശിഷ്യന്മാരെ കണ്ടു, അവർ കളിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്കിവരെ കണ്ടപ്പോൾ മറ്റേ കുചേലനില്ലേ, അവരുടെ പോലെ തോന്നി. ആ മുടിക്കെട്ടും മുടി ഇതൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗോശാലയ്ക്ക് പോയി. ഗോശാലയിൽ നിറയെ പശുക്കളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കും. മാടെല്ലാം മേയെ പോയിരിക്കുക. അങ്ങനെയാണ് ഇവിടെ തക്ക പറഞ്ഞത്. ഇവിടെ കുറേ പശുക്കുട്ടികളുണ്ട്. ഇവർ ക്ലീൻ ചെയ്യുന്ന ടൈമിലാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഇവർ നമ്മളടുത്ത് പറഞ്ഞു ഉള്ളിലെ തൊഴുത്തിൽ ഇതിലും ചെറിയ പശുക്കുട്ടിയുണ്ട്, പോയി കണ്ടോളാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആ തൊഴുത്തിലൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇതേ വലിയൊരു കാളയുണ്ട് ഇവിടെ. പക്ഷെ കാണുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണതായിട്ട് തോന്നണമെന്നില്ല, കുത്തുമെന്നും അങ്ങനെയൊന്നും തോന്നണമെന്നില്ല. പക്ഷെ നമ്മൾ ആരും അങ്ങോട്ട് പോയില്ല, ചെറിയൊരു പേടിയുള്ളതുകൊണ്ടേ. പിന്നെ ചെന്നൈയിലൊക്കെ ഉള്ളവരാണെങ്കിൽ മിസ്സാക്കാതെ പോയിക്കോളാം. ഇവിടെ ലൊക്കേഷൻ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം.